മലപ്പുറം പോത്തുകല്ലിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ സൂചിപ്പാറയ്ക്ക് സമീപത്തെ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപം വനത്തിൽ കുടുങ്ങി. 18 അംഗ സംഘമാണ് കുടുങ്ങിയത്. കണ്ടെത്തിയ ഒരു മൃതദേഹം ഇവരുടെ പക്കലുണ്ട്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, 3 ചെറുപ്പക്കാർ, രക്ഷാപ്രവർത്തകരായിട്ടുള്ള 3 ചെറുപ്പക്കാർ സൂചിപ്പാറയിൽ ഇന്നലെ കുടുങ്ങിയിരുന്നു. ഇപ്പോൾ 18 അംഗ സംഘമാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇവരിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ബിനിൽ, അതായത് രാവിലെ 8 മണിക്ക് പുറപ്പെട്ട സംഘമാണ്. പുറപ്പെട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു പരമാവധി, അതായത് വയനാടിൻ്റെ അതിർത്തിയെ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ പോയി അവിടെ പരിശോധന നടത്തി മൃതദേഹം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. എമർജൻസി റെസ്ക്യൂ ടീമിലെ 14 അംഗങ്ങളും വെൽഫെയർ പാർട്ടിയിലെ 4 അംഗങ്ങളും, അങ്ങനെ 18 പേരാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. അവർ ഉച്ചയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ 2 കാലുകൾ കണ്ടു. ആ കാലുകൾ ബാക്കിയുള്ള ശരീരഭാഗം മണ്ണിനടിയിലായിരുന്നു. അത് മണ്ണ് നീക്കം ചെയ്ത് ശരീരം മുഴുവൻ പുറത്തേക്ക് എടുത്തപ്പോഴത്തേക്കും സമയം വൈകി. ഒപ്പം തന്നെ ആ സംഘത്തിലുള്ള 4 പേർ ക്ഷീണിതരാവുകയും ചെയ്തു. അങ്ങനെയാണ് സംഘം ഇപ്പോൾ അവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയും വനപാലകരൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരം വൈകിയതുകൊണ്ട് എയർ ലിഫ്റ്റിംഗ് സാധ്യമല്ല. ഇന്ന് ചോപ്പർ വന്ന് അവിടെയുള്ള മൃതദേഹം എയർ ലിഫ്റ്റ് ചെയ്ത് പോയിരുന്നു. പക്ഷേ ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയാത്തതുകൊണ്ട് എയർ ലിഫ്റ്റിംഗ് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇരുട്ടാകാൻ വേണ്ടി പോവുകയാണ്. ഒന്നെങ്കിൽ രാത്രിയിൽ അവരവിടെ തുടരണം. അത് അത്രമാത്രം സുരക്ഷിതമാണെന്ന കാര്യത്തിൽ ഉറപ്പില്ല ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയ വനപാലകർ ഈ ചാലിയാറിൻ്റെ അക്കരെ വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്, നേരിട്ട് മുഖാമുഖം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ക്രോസ് ചെയ്ത് ഇവർക്ക് അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ പോയതാണ്. കുപ്പിവെള്ളം ബിസ്ക്കറ്റൊക്കെ തന്നെ എടുത്ത് ആണ് പോയത്. ഇത്രയും 15 കിലോമീറ്ററോളം നടന്നു പോയതുകൊണ്ട് കയ്യിലുള്ള വെള്ളവും ഭക്ഷണമൊക്കെ തന്നെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ഏതെങ്കിലും തരത്തിൽ എത്തിച്ചു കൊടുത്ത് അവരെ വയനാട്ടിലേക്ക് കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 18 പേരാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. അവർക്കൊപ്പം ഒരു മൃതദേഹവുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയതാണ്. എല്ലാ അനുമതിയും വാങ്ങി രാവിലെ പുറപ്പെട്ട സംഘമാണ്. ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ച് മൃതദേഹം എടുത്ത സംഘമാണ് ഇപ്പോൾ വയനാട് അതിർത്തിയെ സൂചിപ്പാറയ്ക്ക് സമീപം വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങിപ്പോയിരിക്കുന്നത്. അവരെങ്ങനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരം വൈകിയതുകൊണ്ടുള്ള എയർ ലിഫ്റ്റിംഗ് സംവിധാനം ഇപ്പോൾ സാധ്യമല്ലെന്നാണ് വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അവർ കുടുങ്ങിയിട്ടുള്ളത്. DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടം, ആ പ്രദേശം DTPCയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ഈ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് എത്ര ദൂരെയാണ് ഇവർ കുടുങ്ങിയിട്ടുള്ള വനമേഖലയുള്ളത്? പിന്നിൽ അതായത് ഇവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഹാം റേഡിയോ സംവിധാനം തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിലും ആ മേഖലയിൽ നിന്ന് ഇവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നെങ്കിലും അവിടെ എത്തിയ സമയത്ത് ചില സമയത്ത് ഇവിടെയുള്ള റേഡിയോ സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഏതായാലും ഈ ഏറ്റവും അതിർത്തിയിലാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കാന്തൻപാറയോട് ചേർന്ന ഒരു മേഖലയാണെന്ന് പറയുന്നു. വയനാട്ടിൽ നിന്നുള്ള വനപാലകരെ അവിടെ വെച്ച് കണ്ടെന്നും ഇവർ ഇവിടേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ നിലവിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് വനപാലകരൊക്കെ തന്നെ ഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 18 പേർ അവിടെയുണ്ട്. ഈ ചാലിയാറിന്റെ തീരത്താണ് അവർ ഉള്ളത്. അവർ സുരക്ഷിതമായി ഇവിടേക്കോ അല്ലെങ്കിൽ മലപ്പുറം പോത്തുകല്ലിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ രക്ഷാപ്രവർത്തകർ എമർജൻസി റെസ്ക്യൂ ടീമിലെ 18 അംഗ സംഘമാണ് ഇപ്പോൾ സൂചിപ്പാറയ്ക്ക് സമീപത്തെ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയിട്ടുള്ളത്. ഒരു മൃതദേഹം ഇവരവിടെ നിന്ന് റിക്കവർ ചെയ്തെടുത്തിരുന്നു. ആ മൃതദേഹവും ഇവരുടെ പക്കലുണ്ട്. പലരും ക്ഷീണിതരായതിനാൽ യാത്ര തുടരാനാകുന്നില്ല. ഇടപെടൽ നടത്തുന്നതാണ് ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം വനം